രാധേകൃഷ്ണ. ശ്രീമന്നാരായണീയം ദശകം 35 ശ്ലോകം 8. കഴിഞ്ഞ ശ്ലോകത്തിൽ രാവണനെ വധം ചെയ്ത് ലങ്കയുടെ അധിപതിയായ വിഭീഷണനോടും ലക്ഷ്മണനോടും സീതാദേവിയോടുമൊപ്പം രാമ അവിടുന്ന് അയോധ്യയിലേക്ക് തിരിച്ചു വന്നതായി കണ്ടു. അവിടെ വെച്ച് അതിഗംഭീരമായി പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് രാമ അവിടുന്ന് സീതാദേവിയോടൊപ്പം 10,000 വർഷങ്ങളോളം സുഖമായി വാണു. എന്നാൽ തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ സുഖാന്വേഷണത്തിനിടയിൽ സീതയെപ്പറ്റി രാവണൻ അപഹരിച്ച ലങ്കയിൽ പാർപ്പിച്ചിരുന്നു എന്നും മറ്റുമുള്ള അപവാദങ്ങൾ കേട്ട് ഒരു രാജാവെന്ന നിലയിൽ രാമ അവിടുന്ന് സീത ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടുകൂടി ലക്ഷ്മണനോട് സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുവിടാൻ കൽപ്പിച്ചു. ശിവശിവ, ഇതെന്ത് കഷ്ടം എന്നാണ് ഭട്ടതിരി പറയുന്നത്. പിന്നീട് ലവണൻ എന്ന അസുരനെ ശത്രുഘ്നനെ കൊണ്ട് വധിപ്പിച്ചു. സ്വധർമ്മം വിട്ട് തപസ് ചെയ്തുകൊണ്ടിരുന്ന ശംഭൂകൻ എന്ന ശൂദ്രനെ നിന്തിരുവടി തന്നെ വധം ചെയ്തു. അങ്ങനെയിരിക്കെ വാൽമീകി ആശ്രമത്തിൽ താമസിച്ചിരുന്ന സീതാദേവി 2 പുത്രന്മാർക്ക് ജന്മം നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രീതോ ദിവ്യാഭിഷേകൈ അയുധസമധികാൻ വത്സരാൻ പര്യരംസി മൈഥില്യാം പാപവാച ശിവ ശിവ കിലതാം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവത് വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുദൗ തേ പ്രീതോ ദിവ്യാഭിഷേകൈ അയുധസമധികാൻ വത്സരാൻ പര്യരംസി മൈഥില്യാം പാപവാച ശിവ കിലതാം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവത് വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുദൗ തേ. രാധേകൃഷ്ണ. ഇന്ദിന ശ്ലോകത്തിലെ രാവണനെ വധം பண்ணின பிறகு சீதாதேவியுடனும் லக்ஷ்மணனுடனும் லங்கைக்கு அதிபதியான விபீஷணனுடனும் ராமா நீ அயோத்தியை வந்தடைந்தாய். அங்கு உனக்கு சீதாதேவியுடன் மிகவும் திவ்யமாக பட்டாபிஷேகம் நடைபெற்றது. பிறகு 10,000 வருஷங்களோളം ஆனந்தமாக வாழ்ந்தாய். ஆனால் தனது பிரஜைகளின் நலனை தெரிந்து கொள்வதற்கிடையில் சீதையை பற்றி ராவணன் அபகரித்து இலங்கையில் வைத்திருந்தான் போன்ற அபவாதங்கள் கேட்டு ராமா நீ சீதை கர்ப்பிணி என்று தெரிந்த பிறகும் லக்ஷ்மணனிடம் வால்மீகி ஆசிரமத்தில் சீதையை விடும்படி கூறினாய். சிவசிவா, இதென்ன கொடுமை என்று பட்டதிரி கூறியுள்ளார். அதன் பிறகு லவணன் என்ற அசுரனை சத்ருக்னால் வதம் பண்ணச் செய்தாய். சம்பூகன் என்ற சூத்ரன் சொதர்மம் விட்டு தபசு பண்ணுவதை பார்த்து ராமா நீ அவனை வதம் பண்ணினாய். இதற்கு பிறகு வால்மீகி ஆசிரமத்தில் வசிக்கும் சீதாதேவி 2 புத்திரர்களுக்கு ஜன்மம் கொடுத்தாள் என்று பட்டதிரி இந்த ஸ்லோகத்தில் சொல்லியுள்ளார். இனி அடுத்த வீடியோவில் மற்ற ஸ்லோகங்களை பற்றி பார்ப்போம். சர்வத்திர கோவிந்த நாம சங்கீர்த்தனம். கோவிந்தா கோவிந்தா. ராதே கிருஷ்ணா.